മുഖത്തെ സൗന്ദര്യത്തെ മാറ്റിക്കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മുടെ ചുണ്ടിൻ്റെ സൗന്ദര്യത്തെ മാറ്റിക്കൂട്ടുന്നതിന് വേണ്ടി അധികമൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചുണ്ടിൻ്റെ സൗന്ദര്യത്തെ കൂട്ടാൻ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൻ്റെ കളർ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അത്രമാത്രം റിസൾട്ട് നൽകുന്ന 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ചുണ്ടിൻ്റെ എത്ര തന്നെ പിഗ്മെന്റേഷൻ ആണെങ്കിലും ചുണ്ടിൻ്റെ നിറക്കുറവാണെങ്കിലും അതൊക്കെ മാറ്റി നല്ല തത്തമ്മ ചുണ്ട് നേടാനായിട്ട് സാധിക്കും. എന്താണെന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ചുണ്ടിൻ്റെ കറുപ്പിനെ തുടച്ചു മാറ്റി നല്ല തത്തമ്മ ചുണ്ട് നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചുണ്ടിൻ്റെ കളർ പെർമനൻ്റ് ആയിട്ട് നിർത്തുന്നതിന് വേണ്ടി പല ട്രീറ്റ്മെൻറ്റുകളും പലരും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരാവശ്യവുമില്ല. ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള കെമിക്കൽ പരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും നിങ്ങളുടെ ചുണ്ടിന് ചെയ്യേണ്ട ഒരാവശ്യം പോലും വരില്ല. എന്താണെന്നുള്ളത് പറയാം. ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ട് നോക്കുക. ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഈ 2 കാര്യങ്ങളും രാത്രി സമയത്താണ് ചെയ്യേണ്ടത്. രാത്രിയിൽ നിങ്ങൾ ചെയ്തിട്ട് കിടക്കുമ്പോൾ ചുണ്ടിന് നല്ല പോലെ അത് പിടിക്കാനൊക്കെ സഹായിക്കും. അങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു നിറം ഉണ്ടല്ലോ, ലൈഫ് ടൈം നിർത്താനും കൂടി സാധിക്കും. മറ്റുള്ള ഒരു കെമിക്കലിൻ്റെയും പുറകിന് നിങ്ങൾ ഇനി പോണ്ട. നിങ്ങളുടെ ചുണ്ട് നല്ല തത്തമ്മ ചുണ്ടാക്കാൻ ഈ 2 കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്കൊന്ന് കാണാം. ചുണ്ടിൻ്റെ കറുപ്പിനെ പൂർണ്ണമാക്കി മാറ്റാൻ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം സ്ക്രബാണ്. അത് നമുക്ക് തയ്യാറാക്കാം. അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്ക്രബ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് മീഡിയം തരിയുള്ള, അതായത് എന്നാൽ ഭയങ്കര തരിയില്ലാത്തതും പക്ഷേ എന്നാൽ നല്ലോണം പൊടിഞ്ഞതുമായിട്ടുള്ള, നമ്മൾ ഒറോട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന കൈപ്പത്തിരി ഒറോട്ടി എന്നൊക്കെ പറയാറില്ലയോ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന റൈസ് പൗഡറാണ് വേണ്ടത്. എന്നാൽ ഭയങ്കര കട്ടിയായിട്ട് കിടക്കാൻ, അതിൽ തരികളൊന്നും കാണാൻ പാടില്ല. നല്ല പൊടിഞ്ഞ നല്ല പേസ്റ്റ് രൂപത്തിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൈസ് പൗഡറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ പുട്ടുപൊടിയൊക്കെ ആണെങ്കിൽ ഒന്ന് ഇടഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി റൈസ് പൗഡർ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഞാനിവിടെ ഒറോട്ടിക്കും ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 1/2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഹണിയാണ്. ഹണി നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഹണിയിൽ നിന്ന് നമുക്ക് ചേർക്കേണ്ട ഹണിയുടെ അളവെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണാണ് ഹണി ചേർക്കേണ്ടത്. അതായത് നമ്മുടെ തേൻ 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള തേൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. കണ്ടോളൂ, ഞാൻ മിക്സ് ആക്കുകയാണ്. അന്നേരത്തേക്ക് ഇതങ്ങ് നല്ലതുപോലെ ക്രീം പരുവത്തിലായിട്ട് മിക്സായി കിട്ടും. കണ്ടല്ലോ, നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം റൈസ് പൗഡർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിക്കാവുന്നതാണ്. കടലമാവും നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അതിന് പകരം നമ്മുടെ ആട്ടപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ 3 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. കണ്ടല്ലോ, ഒരു തരി പോലും ഇല്ല. കണ്ടല്ലോ, ഇതേ രീതിയിലായിട്ടുള്ള റൈസ് പൗഡർ ആയിരിക്കണം എടുക്കേണ്ടത്. എന്നാൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതിന്, ഞാൻ പറഞ്ഞല്ലോ 7 ദിവസം ഉപയോഗിക്കുന്നതിൻ്റെ അളവാണ് ഞാൻ കാണിച്ചത്. നമുക്ക് ഇത്രയും മതി ചുണ്ടിലിടാനായിട്ട്. മുഴുവനായിട്ടൊന്നും വേണ്ട, കുറച്ച് അതായത് ഒരു തൊട്ട് ഇതിനെ തൊട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ചെറുതായിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ചും കൂടി ഹണി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലൂസായി കിട്ടും. ഇപ്പം ഞാനിപ്പം ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ചുണ്ടിലിടുമ്പോൾ
ഇത്രയും ലൂസായിട്ട് തന്നെ കിട്ടും. റൈസ് ആയതുകൊണ്ട് ചിലപ്പം കട്ട പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ലൂസാക്കുന്നതിന് കുറച്ച് ഹണി ചേർത്താൽ മതി. ഞാൻ എടുത്ത റൈസ് പൗഡറൊക്കെ ഉണ്ടല്ലോ, അത്രേ എടുക്കാവുള്ളൂ, അമിതമായിട്ട് എടുക്കരുത്. കാരണം നമുക്ക് അത്രയും മതി, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബ് തയ്യാറായിട്ടുണ്ട്. ഇത് ഇട്ടിട്ടുള്ള റിസൾട്ടും ഒക്കെ നിങ്ങളെ കാണിക്കാം. ചുണ്ടിൽ ചേർക്കേണ്ട ആദ്യത്തെ സംഭവം ഇട്ടെടുക്കാം. എടുത്തിട്ടുണ്ട്, സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം കുറച്ച് നേരം വെച്ചിട്ട് സ്ക്രബ് ചെയ്യുകയാണ്. സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം തുടയ്ക്കാം. ഇവിടെ വെച്ചിട്ടുണ്ട്, തുടയ്ക്കുകയാണ്. കണ്ടോ റിസൾട്ട് കണ്ടോ? നേരത്തെ ചുണ്ടിൻ്റെ ആ കളർ ഞാൻ ഇവിടെ കൊടുക്കാം. കണ്ടോ, നല്ലപോലെ മാറ്റം കിട്ടിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായും തയ്യാറാക്കുന്നത് കണ്ടുവെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ലിപ് ക്രീം തയ്യാറാക്കുകയാണ്. അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ വേണം. ഗ്ലിസറിൻ ആണെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കൂടാതെ തന്നെ ചുണ്ടിനകത്തുണ്ടാകുന്ന ഈ ചുണ്ട് പൊട്ടുന്നതൊക്കെ തടയാനുമൊക്കെ ഗ്ലിസറിൻ നിന്ന് സാധിക്കും. കൂടാതെ തന്നെ ചുണ്ട് നല്ലപോലെ നിറം നൽകാനുമൊക്കെ നമ്മുടെ ഈ ഒരു ഗ്ലിസറിൻ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ എന്ന് പറയുന്ന സാധനം ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അടിപൊളിയാണ് ഇത് കേട്ടോ. ചുണ്ടിൻ്റെ കറുപ്പിനെയൊക്കെ കുറയ്ക്കാനൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ് ഗ്ലിസറിൻ നിന്ന്. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഗ്ലിസറിൻ. അതായത് തിക്കായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ അലോവേറ ജെല്ലാണ് ചേർക്കേണ്ടത്. അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതാ കാണിക്കാം ഞാൻ സംഭവം. അതായത് നമ്മുടെ വിറ്റാമിൻ സി സംഭവമാണ്. വിറ്റാമിൻ സിയുടെ ജെല്ലാണ്. അതായത് ഓറഞ്ച് ഇൻക്ലൂഡ് ആയിട്ടുള്ള ജെല്ലാണ്. ഇതുണ്ടോ, ഓറഞ്ച് ഇൻക്ലൂഡ് ആയിട്ടുള്ള ജെല്ലാണ്. ഇത് നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ്. ഓറഞ്ച് ജെല്ല് എന്ന് പറഞ്ഞ് നമ്മൾ ഓൺലൈനിൽ മേടിച്ചാൽ മതി. വിറ്റാമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓറഞ്ച് ജെല്ല് മേടിക്കാനായിട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടും. അത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ അല്ല 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജെല്ല് ചേർത്തിട്ടുണ്ട്. വിറ്റാമിൻ സി ഓറഞ്ച് ജെല്ല് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ആക്കുക. ഓക്കെ, പോലായി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ചുണ്ടിനകത്ത് ഡ്രൈ ആകുന്നത് കുറയ്ക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ നിന്ന് സാധിക്കും. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട വെളിച്ചെണ്ണയുടെ അളവെന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ചേർക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുക. ഓക്കെ, അങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇതേ പരുവത്തിലായിട്ട് മാറും. അതിൻ്റെ കളർ മാറിയത് നിങ്ങൾ കണ്ടല്ലോ, ക്രീം പരുവത്തിലായിട്ട് മാറും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അതിപ്പം കസ്തൂരി മഞ്ഞൾ പൊടി ഇല്ല എങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അതായത് ഞാൻ കാണിക്കാം. അതാ ഇതുപോലെ ഒരു പിഞ്ച്, ഇതുണ്ട് ഒരു പിഞ്ച് ചെറുതായിട്ട് പിടിക്കുമ്പോൾ കിട്ടുന്ന അത്രയും അളവ് മാത്രം മതി കസ്തൂരി മഞ്ഞൾ. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇല്ല എങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിലും ഇത്ര അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ക്രീം പരുവത്തിലാക്കി മാറ്റണം. കണ്ടോ, ഇത് നിങ്ങൾക്ക് രാത്രിയിൽ ചുണ്ടിലിട്ടുകൊണ്ട് കിടന്നാൽ മതി. രാവിലെ ആകുമ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചുണ്ടിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയുന്നത്. വെറും 7 ദിവസം കൊണ്ടായിരിക്കും നിങ്ങളുടെ ചുണ്ടിൻ്റെ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് ചുണ്ട് നല്ലതുപോലെ നിറം വെക്കുന്നത്. അതായത് നിങ്ങളുടെ തത്തമ്മ ചുണ്ടാക്കി മാറ്റാനായിട്ട് ഈ 2 കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. എന്തായാലും ഞാൻ ഇത് ഇട്ടിട്ടുള്ള വ്യത്യാസമൊക്കെ കാണിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിലും വെക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. പുറത്ത് വെക്കുവാണെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറ്റമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നിങ്ങൾക്കിപ്പം ഉപയോഗിക്കുന്ന സമയത്ത് എടുത്തിട്ടാൽ മതിയാകും. അല്ലാതെ പുറത്ത് വെക്കുവാണെങ്കിൽ ചീത്തയാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ വേണമെങ്കിലും വെക്കാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ടിന്നിനകത്ത് ഇട്ട് വേണമെങ്കിലും വെക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള റിസൾട്ടും ഒക്കെ കാണിക്കാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ക്രീം തയ്യാറാക്കിയതുണ്ടല്ലോ, ഞാൻ അത് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും, ഇത്രയും മതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം രാത്രിയിലാണെങ്കിൽ ഇത് അധികം നേരം ഇരിക്കുമല്ലോ. അപ്പം ഞാൻ പകലല്ലേ ഞാൻ ഇടുന്നത്, അധികം നേരം വെക്കാൻ പറ്റില്ല. ഒരു 3 മിനിറ്റ് വെച്ചിട്ട് തുടച്ചിട്ട് കാണിക്കാം. 3 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് തുടയ്ക്കാം. ഞാനിപ്പം ഇച്ചിരി ഹാർഡായിട്ടുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ അധികം സോഫ്റ്റ് ആയിട്ടുള്ള തുണി എടുക്കാവുള്ളൂ കേട്ടോ. കാരണം ചുണ്ടിൻ്റെ ഭാഗത്ത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയെ എടുക്കാവുള്ളൂ. കണ്ടോ ചുണ്ടിൻ്റെ ആ ഒരു ഇതുണ്ടോ, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നല്ല മാറ്റം കണ്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടും. കാര്യങ്ങൾ കണ്ടല്ലോ, ഉറപ്പായിട്ടും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ ചുണ്ടിന്റെ കറുപ്പിനെ തുടച്ചു മാറ്റി നല്ല തത്തമ ചുണ്ട് നേടാനായിട്ട് ഈ 2 കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന്റെ മറുപടി പറയുന്നതായിരിക്കും ഞാൻ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.